Okay, next we have the topic ambiguity in grammars. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു സെയിം പ്രൊഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ട് രീതിയിൽ ഒരു പാസ് ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യാം. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പാസ് ട്രീ ഡെവലപ്പ് ചെയ്യാം. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫൈനലി കിട്ടുന്ന പാസ് ട്രീ എന്ന് പറയുന്നത് രണ്ടും സിമിലർ ആണ്. ഇനി ഇൻ കേസ് ഒരു സെയിം ഗ്രാമർ രണ്ട് പാസ് ട്രീ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനോ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനോ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് പാസ് ട്രീ ഡെവലപ്പ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് പാസ് ട്രീ തന്നെ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പാസ് ട്രീ തന്നെ ജനറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഗ്രാമറിനെയാണ് ആംബിഗ്യുവസ് ഗ്രാമർ എന്ന് പറയുന്നത്. An ambiguous grammar is one that produces more than one leftmost derivation or more than one rightmost derivation of the same sentence. അതിൻ്റെ ഫൈനൽ സെൻറ്റൻഷ്യൽ ഫോമിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പാസ് ട്രീ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനെയാണ്, അത്തരം ഗ്രാമേഴ്സിനെയാണ് ആംബിഗ്യുവസ് ഗ്രാമർ എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇവിടെ രണ്ടും ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ തന്നെയാണ്. ആ ഒരു മുകളിൽ തന്നിരിക്കുന്ന ഗ്രാമറിൻ്റെ ആ ഒരു സെയിം പ്രൊഡക്ഷനിലെ റൂൾസ് തന്നെ വെച്ചുകൊണ്ട് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ രണ്ട് പാസ് ട്രീ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഗ്രാമർ. ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് രണ്ട് ഡെറിവേഷനിലും അപ്ലൈ ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ സെൻറ്റൻഷ്യൽ ഫോം എന്ന് പറയുന്നത് ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി. ഇത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്, ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി. പക്ഷേ ഈ രണ്ട് പാസ് ട്രീയുടെയും സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഓർഡർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് പാസ് ട്രീ ജനറേറ്റ് ചെയ്യപ്പെടുന്ന തരം ഗ്രാമേഴ്സിൻ്റെ കേസിൽ കമ്പൈലറിന് കൺഫ്യൂഷൻ വരും. പ്രോസസ്സിങ്ങിന് ഏത് പാസ് ട്രീ ആണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത്. പാസ് ട്രീ എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സിംഗ് ഓർഡർ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിൽ ആ ഓർഡർ ഏത് ഫോളോ ചെയ്യണം എന്നുള്ളതിൽ കമ്പൈലറിന് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇത്തരം കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഉള്ള കുറച്ച് സ്റ്റെപ്സാണ് നമ്മളിനി, അല്ലെങ്കിൽ അതിനുള്ള കുറച്ച് റൂൾസാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. എലിമിനേറ്റിംഗ് ആംബിഗ്യൂറ്റി. ചില കേസസിൽ ഇത്തരം ആംബിഗ്യുവസ് ഗ്രാമേഴ്സിനെ റീറൈറ്റ് ചെയ്തുകൊണ്ട് അതിലെ ആംബിഗ്യൂറ്റി എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ മറ്റ് ചില അവസരങ്ങളിൽ ഇത്തരം ആംബിഗ്യുവസ് ആയിട്ടുള്ള ഗ്രാമേഴ്സ് വരുന്ന സമയത്ത് അതിൽ ചില റൂൾസ് അപ്ലൈ ചെയ്തുകൊണ്ട്, അസോസിയേറ്റിവിറ്റി ഒക്കെ പോലെയുള്ള റൂൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് അതിലെ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാവുന്നതാണ്. അതിന് ഇവിടെ പറയുന്ന ഒരു എക്സാമ്പിളാണ് ഡാംഗ്ലിംഗ് എൽസ് കേസ്. ഡാംഗ്ലിംഗ് എൽസ് കേസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ സാധാരണ കാണാറുള്ള ഈ ഒരു ഈഫ് കൺസ്ട്രക്റ്റിൻ്റെ ഗ്രാമറിലാണ് വരുന്നത്. ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഓർ അതർ എന്നുള്ള രീതിയിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെറിവേഷൻസ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ എൽസ് എന്ന് പറയുന്ന കേസ്, ഇപ്പം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്ഷൻ ആദ്യം അപ്ലൈ ചെയ്യുന്നു, പിന്നീട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് അപ്ലൈ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഴുതി കഴിയുമ്പം അതിൻ്റെ സെൻറ്റൻഷ്യൽ ഫോം റീഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എൽ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഈഫിൻ്റെ ആണോ അതോ ആദ്യം കാണുന്ന ഈ ഒരു ഈഫിൻ്റെ ആണോ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കേസിനെയാണ് ഡാംഗ്ലിംഗ് എൽസ് കേസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിഫിക്കൽട്ടീനെയാണ് ഇവിടെ ചില റൂൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ട്രീ സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റിന് ഡിറൈവ് ചെയ്യാണ് ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഒരു പ്രൊഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ ഡിറൈവ് ചെയ്തിരിക്കുന്നു.
ദെൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇതിൻ്റെ ഒരു സെൻറ്റൻഷ്യൽ ഫോം നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എൽ സ്റ്റേറ്റ്മെൻറ്റ്, ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ രണ്ടും ഒരേ പ്രൊഡക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും തന്നെ വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഈഫിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു എൽസ് കേസ് എന്ന് പറയുന്നത്. അതുപോലെ ഇനി ഇവിടെ ഓപ്പൺ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ഇനി ഇവിടെ ഒരു എൽസ് ഇതിനോട് അറ്റാച്ച് ചെയ്ത് വരില്ല എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു സിൻടാക്സ് ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ കൺഫ്യൂഷൻ വരുന്നില്ല. ഇവിടെ ഒരു ഈഫ് കാണുന്നു, അതിൻ്റെ എൽസ് ആണ് ഇതെന്നുള്ളത് ക്ലിയർ ആണ്. ഇവിടെ ഈ ഒരു ഡാംഗ്ലിംഗ് എൽസ് കേസ് വരുന്നില്ല. എന്നാൽ ഈ ഒരു കേസിൽ ശ്രദ്ധിക്കൂ, ഇഫ് E1 ദെൻ ഇഫ് E2 ദെൻ S1 എൽസ് S2. ഈ ഒരു എൽസ് S2 എന്ന് പറയുന്നത് ഈ ഒരു ഈഫിനോട് അറ്റാച്ച് ചെയ്ത് വരുന്നതാണോ അതോ ഈ ഒരു ഈഫിനോട് അറ്റാച്ച് ചെയ്ത് വരുന്നതാണോ എന്നുള്ളത് ഈ ഒരു ഗ്രാമറിൽ നിന്നും ഈ ഒരു സെൻറ്റൻഷ്യൽ ഫോമിൽ നിന്നും ക്ലിയർ അല്ല. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് പാസ്റ്റ് ട്രീ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തുകൊണ്ട് വരയ്ക്കാവുന്നതാണ്. ഇവിടെ നോക്കുക, ഇവിടുത്തെ ഫസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ബോഡി യൂസ് ചെയ്തിരിക്കുന്ന ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് പ്രൊഡക്ഷൻ ബോഡി യൂസ് ചെയ്തുകൊണ്ടാണ്. ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ എൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഈഫിനോട് അറ്റാച്ച് ചെയ്തിട്ട് വരുന്നതാണ്. എന്നാൽ നെക്സ്റ്റ് ഡയഗ്രത്തിൽ നോക്കുക, സ്റ്റേറ്റ്മെൻറ്റിനെ ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള പ്രൊഡക്ഷൻ ബോഡി യൂസ് ചെയ്തുകൊണ്ടാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇവിടെ ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഈ ഒരു സെൻറ്റൻഷ്യൽ ഫോമിലേക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പാസ്റ്റ് ട്രീസ് ആണ്. എന്നാൽ അതിൽ രണ്ടിലും എൽസ് കേസസ് എന്ന് പറയുന്നത് ഈ ഒരു എൽസ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റിലെ ഈഫിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതും എന്നാൽ ഇതിൽ വരുന്ന എൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഈഫിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുമാണ്. ഇതിന് രണ്ടിനും വരുന്ന സെൻറ്റൻഷ്യൽ ഫോം സെയിമും ആണ്. അപ്പോൾ ഇതിൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഏതിൻ്റെ എൽസ് കേസ് ആയിട്ടാണ് ഈ ഒരു എൽസ് എന്നുള്ള പാർട്ട് കൊടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ കമ്പൈലറിന് വരും. അത് കൊണ്ട് തന്നെ ഈ ഒരു ഡാംഗ്ലിംഗ് എൽസ് കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡാംഗ്ലിംഗ് എൽസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ എലിമിനേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതിനുള്ള വേസാണ് നമ്മൾ താഴെ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡാംഗ്ലിംഗ് എൽസ് സിറ്റുവേഷൻ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ പറയുന്ന റൂൾസ് ഇതാണ്. ടു എലിമിനേറ്റ് ദ ആംബിഗ്യൂറ്റി ദ ജനറൽ റൂൾ ഈസ് മാച്ച് ഈച്ച് എൽസ് വിത്ത് ക്ലോസസ്റ്റ് അൺമാച്ച്ഡ് ദെൻ. കാണുന്ന ഓരോ എൽസും അതിനോട് ക്ലോസസ്റ്റ് ആയിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന അൺമാച്ച്ഡ് ദെന്നിനോട് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു റൂൾ എന്ന് പറയുന്നത്. ഈ ഒരു റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പിലെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ എൽസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു അൺമാച്ച്ഡ് ദെൻ ഉള്ളത് കൊണ്ട് ഇതിനോട് മാത്രം അസോസിയേറ്റ് ചെയ്യപ്പെടാവുന്ന ഒന്നാണ്. അപ്പോൾ അവിടെ രണ്ട് പാസ്റ്റ് ട്രീ വരയ്ക്കുന്ന ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ ഒരു ഗ്രാമറിനെ തന്നെ ഇവിടെ റീറൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഡിറൈവ്സ് മാച്ച്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ്. Matched statement derives if expression then matched statement else matched statement or other, and open statement derives if expression then statement or if expression then matched statement else open statement. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ സീക്വൻസിൽ വന്നിരിക്കുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മാച്ച്ഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം, ഓപ്പൺ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം. ഒരു മാച്ച്ഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഉള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കണം. അതായത് ഈഫ് എക്സ്പ്രഷൻ ദെൻ മാച്ച്ഡ് സ്റ്റേറ്റ്മെൻറ്റ് എൽസ് മാച്ച്ഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ മാച്ച്ഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കംപ്ലീറ്റ് ഡെറിവേഷനിലേക്ക് മാത്രമേ ഡിറൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഈഫ് ഉണ്ടെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത ഒരു എൽസ് അവിടെ മസ്റ്റാണ് ഈ ഒരു ഡെറിവേഷൻ. ഇനി ഈ ഒരു മാച്ച്ഡ് സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനും ഒരു എൽസ് പാർട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ എല്ലാ ഈഫിനോടും അറ്റാച്ച് ചെയ്ത ഒരു എൽസ് പാർട്ട് കമ്പൽസറിലി ഉണ്ടായിരിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ മാച്ച്ഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മാച്ച്ഡ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം തന്നെ മാച്ച്ഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാത്രമേ ഡിറൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ മാച്ച്ഡ് സ്റ്റേറ്റ്മെൻറ്റിനെ എക്സ്പാൻഡ് ചെയ്യപ്പെടുമ്പോൾ അവിടെ വീണ്ടും ഒരു എൽസ് വരുന്നു. ഈ എൽസ്
ആദ്യത്തേൻ്റെയാണോ അവസാനത്തേൻ്റെയാണോ എന്നുള്ള കൺഫ്യൂഷൻ വരാനുള്ള അവസരം ഇവിടെ ഇല്ല. കാരണം എന്താണ്, ഇവിടെ ഓൾറെഡി ഈ ഈഫിനോട് അസോസിയേറ്റ് ചെയ്ത ഒരു എൽസ് കണ്ടീഷൻ വന്നു കഴിഞ്ഞു. അതിനുശേഷം മാത്രമേ ഇവിടെ ഒരു ഈഫ് എൽസ് വരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇൻ കേസ് ഈ ഒരു മാച്ച്ഡ് സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിലും അതിനൊരു എൽസ് കേസ് ഉണ്ടാവും. ആ എൽസ് കേസ് ഇതിൻ്റെ ആണോ അതോ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഈഫിൻ്റെ ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താണ്, ഇവിടെ നിൽക്കുന്ന എൽസ് കേസിൻ്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഓപ്പൺ അൺമാച്ച്ഡ് ഈഫ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തത് തന്നെയായിരിക്കും. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്നൊരു എൽസ് ഡിറൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് ഡിറൈവ് ചെയ്ത ഈഫിനോട് അറ്റാച്ച് ചെയ്യപ്പെടുന്നു. അതല്ലാത്ത ഒരു പോസിബിലിറ്റി ഇതിൽ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ഗ്രാമറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് വരാൻ സാധ്യതയുള്ളത് ഒരു ലാസ്റ്റ് പോർഷൻ ഡെറിവേഷൻ ബോഡിയിൽ മാത്രമാണ്. അതാണ് ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെറിവേഷൻ്റെ റൂള് എൻഷുർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് വേണമെങ്കിൽ ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഒരു ഫോമാറ്റിലേക്ക് ഡിറൈവ് ചെയ്യാവുന്നതാണ്. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റിനെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു ഡെറിവേഷൻ യൂസ് ചെയ്ത് ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റിനെ ഈ ഒരു പ്രൊഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഡെറിവേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഡിറൈവ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഒരു ഈഫ് കഴിഞ്ഞ് വരുന്ന എല്ലാം മാച്ച്ഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അവിടെ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാകും. അതായത് ഇതിൻ്റെ ബ്രാഞ്ചിൽ ചൈൽഡ് നോഡ്സിൽ വരുന്ന ഒരു എൽസ് കേസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് വരുന്ന അതിൻ്റെ ലെഫ്റ്റിൽ കിടക്കുന്ന ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഈഫിനോട് ഓട്ടോമാറ്റിക്കായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു കേസ് വരുന്നത് എന്തിനോടായിരിക്കും? ഇതിനോട് തന്നെയായിരിക്കും. ഇവിടെ ഒന്ന് ഡിറൈവ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഈഫിനോട് ഓട്ടോമാറ്റിക്കലി അറ്റാച്ച് ചെയ്യപ്പെടുന്നു. ഇനിയൊരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു ഫോർമാറ്റിൽ വരികയാണെങ്കിൽ അത് ഏറ്റവും ലാസ്റ്റിലായിരിക്കും. അപ്പോഴേക്കും ഈ ഒരു എൽസ് ഇതിനോട് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇവിടെ വരുന്ന ഈഫ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ആണ്, അതിന് എൽസ് കേസ് ഇല്ല. ഇനി ഇൻ കേസ് എൽസ് കേസ് ഉണ്ടെങ്കിൽ പോലും അത് ഈ ഒരു ഫോമാറ്റിലായിരിക്കും. അവിടെ കൺഫ്യൂഷൻ വരാത്ത രീതിയിലാണ് ഈ ഒരു ഗ്രാമർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമ്മളുടെ ഡാംഗ്ലിംഗ് എൽസ് ആംബിഗ്യൂറ്റി വരുന്ന ആ ഒരു ഗ്രാമറിനെ റീറൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോബ്ലം എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്.